ഇന്നത്തെ വീഡിയോ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കേസാണ്. നിങ്ങൾ കുടുംബസമേതം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെയുള്ള ഫുഡിനെല്ലാം പ്രത്യേക ഒരു ടേസ്റ്റ്, മറ്റൊരു റെസ്റ്റോറൻറ്റിൽ കിട്ടാത്ത ടേസ്റ്റ്. നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി അവിടുന്ന് കഴിച്ചു. മാത്രമല്ല വീട്ടിലേക്ക് പാർസലും വാങ്ങി. പിന്നെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കുമെല്ലാം ഇങ്ങനെയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നും അവിടുത്തെ ഫുഡിനെല്ലാം വളരെ ടേസ്റ്റ് ആണെന്നും നിങ്ങൾ പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരും ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. മാത്രമല്ല ആ റെസ്റ്റോറൻറ്റിൽ ആളുകൾ തിങ്ങി കൂടുന്നു. അങ്ങനെ ഒരു ദിവസം പത്രത്തിലൊരു ന്യൂസ് വരും. നിങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ ആ ആഴ്ചയിൽ വിളമ്പിയിരുന്നത് മനുഷ്യ മാംസമാണ് എന്ന്. അതറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഷോക്ക്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ നരഭോജിയെ പോലെ മനുഷ്യമാംസം കഴിച്ചിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു ഷോക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? എന്നാൽ ഈ സംഭവം സത്യം തന്നെയാണ്. പോർക്ക് ബൺ കില്ലർ, അതാണ് ആ ഒരു കേസിന്റെ പേര്. ഇതൊരു സാങ്കല്പിക കഥയായി ആരും കാണണ്ട, കാരണം ഇത് നടന്ന കഥയാണ്. ഒരു വീട്ടിലെ 10ഓളം പേരെ വെട്ടി നുറുക്കി അവരുടെ മാംസം അവരുടെ റെസ്റ്റോറന്റിൽ തന്നെ ഭക്ഷണമാക്കി വിറ്റ ഒരുവന്റെ കഥയാണ് പോർക്ക് ബൺ കില്ലർ. അതാണ് ഈ കേസിന്റെ പേര്. ഇതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. 1985 ഓഗസ്റ്റ് മാസം 8-ാം തീയതി. സ്ഥലം ചൈനയിലെ സിൻ സിറ്റികളിലൊന്നായ മക്കാവൂർ. ഒരു യുവാവ് അവിടുത്തെ ബീച്ചിൽ നീന്തുവാൻ ഇറങ്ങി. അദ്ദേഹം നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വസ്തു കാലിൽ തടഞ്ഞത്. അദ്ദേഹം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി താഴേക്ക് പോയി അതെന്താണെന്ന് നോക്കി. അതുപോലെയുള്ള വസ്തുക്കൾ ഒരുപാടെണ്ണം അവിടെ താഴെ കിടപ്പുണ്ട്. അദ്ദേഹം അതിലൊന്നെടുത്ത് ജലോപരിതലത്തിന് മുകളിലെത്തി നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അത് സാധാരണ ഒരു വസ്തുവല്ല, ഒരു മനുഷ്യനെ അഴുകി തീരാറായ ഒരു കാലാണ്. ചൈനയിലെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു കേസിന്റെ എവിഡൻസ് ആണ് ആ യുവാവ് കണ്ടെത്തിയത്. വീണ്ടും അയാൾ ഊളിയിട്ട് താഴോട്ട് പോയി നോക്കിയപ്പോഴാണ് 8 പേരുടെ ശരീരാവശിഷ്ടങ്ങളാണ് ആ വെള്ളത്തിൽ കിടക്കുന്നത്. അക്കാലത്ത് കുടിയേറ്റക്കാർ മക്കാവൂരിലേക്ക് ഇല്ലീഗലായി കടൽ വഴി ബോട്ടിൽ വരുമായിരുന്നു. അങ്ങനെ വന്ന ആരുടെയെങ്കിലും ബോട്ട് മറിഞ്ഞ് സ്രാവ് ഭക്ഷിച്ചതാവാം ഈ അവശിഷ്ടങ്ങളെന്ന് ആ യുവാവ് ആദ്യം കരുതിയത്. ആ യുവാവ് പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും ആകെ മാറി മറിഞ്ഞു. 8ഓളം പേരുടെ അവശിഷ്ടങ്ങളാണ് ഉള്ളത്. ഒരു സ്രാവ് കടിച്ചു മുറിച്ചതാണെങ്കിൽ അതിന്റെ അടയാളാണ് വേണ്ടത്. ഇത് പക്ഷെ അങ്ങനെയല്ല, മൂർച്ചയേറിയ ഏതോ വാളുകൊണ്ട് വെട്ടിയെടുത്തതുപോലെ തന്നെയാണ് ഉള്ളതും. ഇത്രയും പേരുടേതാണുള്ളത്. ഒരു കൂട്ടക്കൊലയുടെ എല്ലാ ലക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ മക്കാവൂരിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് അവര് അന്വേഷണം ആരംഭിച്ചത്. മീഡിയകളാണെങ്കിൽ ഈ ഒരു കേസ് അവരങ്ങ് ഏറ്റെടുത്തു. അതോടുകൂടി ഈ ഒരു കേസിന് വലിയൊരു പോപ്പുലാരിറ്റി കിട്ടുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ബീച്ചിന്റെ മറ്റൊരു സൈഡിൽ നിന്ന് വീണ്ടും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. ഇതോടുകൂടി മീഡിയയ്ക്കൊക്കെ വലിയ ഉത്സാഹമായി. മക്കാവൂരിലെ ആ കാലത്ത് ജനങ്ങളെല്ലാം ചൂതാട്ടത്തിന്റെ ഒരു പറുദീസ തന്നെയായിരുന്നു. സ്വാഭാവികമായും അതിനനുബന്ധിച്ച് ഗ്യാങ്സ്റ്റേഴ്സും ഉണ്ടാവും. ആ വഴിയിൽ ആരെങ്കിലും ചെയ്തതാവും ഈ ഒരു അരുംകൊല എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിലും പോലീസ് അന്വേഷിച്ചു. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ട്. കുറെ നാളുകളായി ഒരാൾ തന്റെ സഹോദരനെയും കുടുംബത്തെയും കാണാനില്ല എന്ന പേരിൽ ഇടയ്ക്കിടെ അവിടെ വരാറുള്ളത് അവർ ഓർത്തു. കാണാതായ ആ സഹോദരന്റെ പേര് ഷെല്ലിംഗ് എന്നാണ്. അദ്ദേഹം പോർച്ചുഗീസ് കോളനിയായ മക്കാവൂരിൽ 8 ഇമ്മോർട്ടൽസ് എന്ന പേരിൽ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു ഈ ഒരു ഷെല്ലിംഗ്. പണ്ട് അയാൾ ഒരു സ്ട്രീറ്റ് ഫുഡ് മേക്കർ ആയിരുന്നു. 1960കളിലാണ് 8 ഇമ്മോർട്ടൽസ് എന്ന റെസ്റ്റോറന്റ് ഈ ഒരു ഷെല്ലിംഗ് തുടങ്ങുന്നത് തന്നെ. ആ റെസ്റ്റോറന്റ് ഒരു സ്പെഷ്യൽ ആയിരുന്നു പോർക്ക് ബൺ. അത് തയ്യാറാക്കാൻ വളരെ സമർത്ഥനായിരുന്നു ഈ ഒരു ഷെല്ലിംഗ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് തടിച്ചു വന്നിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തിന്റെ കൈപുണ്യം നാട്ടിലെങ്ങും പാട്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹം സാമ്പത്തികമായി വളരെ ഉന്നതിയിലെത്തി. അദ്ദേഹം 2 വീടുകൾ പണിതു. അതിൽ ഒരു വീട് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തു. വീട്ടിലുള്ളവർ തന്നെയായിരുന്നു റെസ്റ്റോറന്റ് കാര്യങ്ങൾ നോക്കിയിരുന്നതും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷെല്ലിക്കും ഭാര്യയ്ക്കും ഒരു സ്വഭാവദൂഷ്യമുണ്ട്, ചീട്ടുകളി. അതിൽ അവർ പേരെടുത്തവരാണ്. ഈ കടലിൽ കണ്ട ഈ ബോഡി പാർട്ടുകളെല്ലാം ഈ
ഒരു കുടുംബത്തിന്റെ ആകുമോ എന്ന് പോലീസിനും സംശയം തോന്നി. അങ്ങനെ പോലീസ് അന്വേഷണത്തിനായി 8 ഇമ്മോർട്ടൽസ് എന്ന ആ ഒരു റെസ്റ്റോറന്റിലെത്തി. പക്ഷെ ആ ഒരു റെസ്റ്റോറന്റ് ഇപ്പോൾ നടത്തുന്നത് മറ്റൊരാളാണ്. അത് മറ്റാരുമല്ല, ഷെല്ലിങ്ങിന്റെ തന്നെ ഒരു ജോലിക്കാരനായിരുന്നു. അയാളായിരുന്നു ഇപ്പോഴാണ് നടത്തുന്നത്. ഷെല്ലിങ്ങും കുടുംബം എവിടെയെന്ന ചോദ്യത്തിന് അദ്ദേഹം എല്ലാ സമ്പത്തും സ്വത്തും തന്റെ പേരിൽ എഴുതി വെച്ച് അവരെല്ലാവരും ചൈനയിലേക്ക് മടങ്ങി എന്നാണ് ആ ഒരു ജോലിക്കാരൻ പറഞ്ഞത്. അയാളുടെ പേര് ഹുവാൻ ചിക്കൻ. പക്ഷേ അയാളുടെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് പോലീസിന് തോന്നി. ഇയാളെ ഒന്ന് വാച്ച് ചെയ്യണമെന്ന് അവർക്ക് തോന്നി. പിറ്റേ ദിവസം മുതൽ ഹുവാങ്ങിനെ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായത്. എല്ലാ സമ്പത്തും അവന്റെ പേരിൽ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ പോലീസിനും തന്നെ ഒരു സംശയം തോന്നി. കാരണം അവർ ശ്രദ്ധിച്ചപ്പോഴാണ് ദൂരെ കുറച്ച് വീടുകൾ വാടകയ്ക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഷെല്ലിങ്ങിന്. അതിന്റെ വാടകയെല്ലാം തന്നെ കളക്ട് ചെയ്യുന്നത് ഈ ഒരു ഹുവാങ് തന്നെയാണ്. പോലീസ് തൊട്ടടുത്ത വീടുകളിലും എല്ലാം അന്വേഷിച്ചു. അപ്പോഴാണ് അവരെല്ലാവരും പറഞ്ഞത് ഈ ഹുവാങ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു വീടും റെസ്റ്റോറൻറ്റും അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ഈ ഒരു ഹുവാങ്ങിന്റെ പേരിൽ എഴുതി വെച്ച് അവരെങ്ങോട്ട് പോയി എന്നാണ് അവരും പറയുന്നത്. പോലീസ് നേരെ ഷെല്ലിങ്ങിന്റെ ബാങ്ക് ലോക്കർ പരിശോധിച്ചു. അവിടെ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിന്റെയും വീടിന്റെയും എല്ലാത്തിന്റെയും ഡോക്യുമെന്റ്സ് ആ ഒരു ലോക്കറിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഹുവാങ്ങിന്റെ പേരിലേക്ക് എഴുതി വെച്ച ഒന്നും തന്നെ ഇല്ല. അതെല്ലാം ഷെല്ലിങ്ങിന്റെയും കുടുംബത്തിന്റെയും പേര് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനാണ് ഹുവാങ് പോലീസിനോട് കള്ളം പറഞ്ഞത്? ഒരു ദിവസം രാത്രി ഹുവാങ് ചപ്പുചവറുകളെല്ലാം കൂട്ടിയിട്ട ഒരു ഒഴിഞ്ഞ കോണിലേക്ക് രാത്രി നടന്നു പോകുന്നത് കണ്ടു. പിന്നാലെ പോലീസും എത്തി. എന്തിനായിരിക്കും അയാൾ ഈ രാത്രിയിൽ അങ്ങോട്ട് പോയത്? പോലീസ് രാവിലെ അവിടെ തെരച്ചിൽ നടത്തി. അവരുടെ ഊഹം തെറ്റിയില്ല. ഏതാനും പേരുടെ അസ്ഥികൾ അവിടെ കണ്ടെടുത്തു. അന്വേഷണം തന്റെ നേർക്ക് വരുന്നതായി ഹുവാങ് മനസ്സിലാക്കി. അയാൾ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ എയർപോർട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. 1986 സെപ്റ്റംബർ 8-നാണ് ഹുവാങ്ങിനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ വിശദമായ പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം കുറ്റം സമ്മതിച്ചത്. താനാണ് ഷെല്ലിയെയും കുടുംബത്തെയും ബിയർ കുപ്പിയോണ്ട് തലക്കടിച്ചു കൊന്നതെന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തി. ഇനി നമുക്ക് ഈ ഹുവാങ് ചിയാങ് ആരാണെന്നും ഈ മാസ് മർഡർ എങ്ങനെ നടത്തിയെന്നും നമുക്കറിയണ്ടേ. ചൈനയിലാണ് ഈ നെറ്റോറിയൽസ് ക്രിമിനൽ ജനിച്ചത്. 1970-കളിൽ ഇദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് കുടിയേറി. 1973-ൽ ഇതുപോലെ പണത്തിന്റെ പേരിൽ മറ്റൊരാളുമായി അടിയുണ്ടായിരുന്നു. പക്ഷേ ആ അടി അവസാനിച്ചത് മറ്റേയാളുടെ മരണത്തിലായിരുന്നു. അതാണ് ഹുവാങ് നടത്തിയ ആദ്യത്തെ കൊല. അങ്ങനെ ഹുവാങ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മക്കാവൂരിലേക്ക് കുടിയേറി. ഹുവാങ് മറ്റൊരു അതിബുദ്ധിയും കൂടി കാട്ടിയിരുന്നു. അന്നത്തെ ആ കൊലയിൽ ഹുവാന്റെ ഫിംഗർ പ്രിന്റ് പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഈ നാട്ടിലെത്തിയതിനു ശേഷം 2 വിരലും പൊള്ളിച്ചിരുന്നു, അയാളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. ഹുവാങ് മക്കാവൂരിലെത്തിയ ശേഷം സ്ഥിരം സന്ദർശകനായി മാറിയിരുന്നു ഈ ചൂതാട്ട കേന്ദ്രങ്ങൾ. അദ്ദേഹം തന്നെയായിരുന്നു വിജയിച്ചിരുന്നത്. അങ്ങനെ അവിടെ വെച്ചാണ് ഈ ഒരു ഷെല്ലിങ്ങിനെയും ഭാര്യയെയും ഹുവാങ് പരിചയപ്പെടുന്നത്. പിന്നെ അവരോടായി ചൂതാട്ടക്കളി. വളരെ സൗഹൃദമായപ്പോൾ പിന്നെ ഈ ഒരു ഹുവാങ് അവരുടെ റെസ്റ്റോറൻറ്റിൽ ജോലിക്കാരനായി നിന്നു. രാത്രി കാലങ്ങളിലായിരുന്നു ചൂതാട്ടക്കളി അവർ കളിച്ചിരുന്നത്. കാരണം പകല് മുഴുവൻ റെസ്റ്റോറൻറ്റ് നടത്തണമല്ലോ. അങ്ങനെ തൊഴിലാളിയും മുതലാളിയും ചൂതാട്ടക്കാരായാൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ അവർ വലിയ വലിയ പന്തയങ്ങൾ വെച്ച് ചീട്ട് കളിക്കാൻ തുടങ്ങി. ഈ കളികളിൽ ഷെല്ലിംഗ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഷെല്ലിംഗ് 1,80,000 പട്ടാക്ക ഹുവാങ്ങിന് കൊടുക്കാനുണ്ട്. അത് ഏകദേശം $20,000 തുല്യമായ ഒരു സംഖ്യയാണ്. തന്റെ കയ്യിൽ ഇത്രയും വലിയ തുക ഇപ്പോൾ എടുക്കാനില്ലെന്നും 1 വർഷം തനിക്ക് അവധി വേണമെന്നും ഷെല്ലിംഗ് ഹുവാങ്ങിനോട് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടും തനിക്കത് തന്നില്ലെങ്കിൽ 8 ഇമ്മോർട്ടൽസ് എന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്റെ പേരിൽ എഴുതി തരണമെന്ന് ഹുവാങ് പറഞ്ഞു. അത് വാക്കാലെയുള്ള ഒരു കരാറ് മാത്രമായിട്ടും അവർ ചൂതാട്ടക്കളി നിർത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. വീണ്ടും വീണ്ടും ഷെല്ലിംഗ് പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. അതേസമയം ഹുവാങ് വിജയിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹുവാങ്ങിന് കൊടുക്കാനുള്ളത് 6 ലക്ഷം പട്ടാക്കയാണ്. വളരെ വലിയ തുക. 1980-കളിലെ മൂല്യം വെച്ച് നോക്കിയാൽ 14 ലക്ഷം US$ അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 98 കോടിയോളം വരും. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. കരാർ പ്രകാരം ഒന്നുകിൽ പണമോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കൊടുക്കണമെന്നായിരുന്നു അന്ന് ആ ഡേറ്റ് പറഞ്ഞ ആ ഒരു ദിവസമായിരുന്നു. 1985 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഹോട്ടലിലേക്ക് ചരക്കുമായി എത്തുന്ന ആ ഒരു ട്രക്ക് 8 ഇമ്മോർട്ടൽസ് എന്ന ആ ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിൽ എത്തി. അന്ന് അവസാനമായി ആ ഒരു ട്രക്ക് ഡ്രൈവർ ആ കുടുംബത്തെ കണ്ടു. കാരണം ആ ഒരു റെസ്റ്റോറൻറ്റ് അകത്ത് 8 പേര് ഉണ്ടായിരുന്നു. ട്രക്ക് ഡ്രൈവർ ആ ഒരു ഷെല്ലിങ്ങിനോട് കുറേ നേരം സംസാരിച്ചു. കാരണം ലോഡ് ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ട്രക്ക് പോയി.
പിന്നീട് ആ കുടുംബത്തിന് ആരും കണ്ടിട്ടില്ല. കാരണം അന്ന് രാത്രിയാണ് ഈ ലോകത്തിൽ നിന്ന് ആ കുടുംബത്തെ തുടച്ചു നീക്കം ചെയ്തത്. അന്ന് രാത്രി രോഷാകുലനായ ഹുവാങ് എത്തി തനിക്ക് പണമോ റെസ്റ്റോറൻറ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും തന്നെ കൊടുക്കാൻ ഷെല്ലിങ് തയ്യാറായില്ല. എത്ര തന്നെ ശാഠ്യം പിടിച്ചിട്ടും ഒന്നും ഈ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഹുവാങ്ങിന് മനസ്സിലായി. എന്നാൽ തനിക്ക് ഒരു 30,000 പട്ടാക്കയെങ്കിലും തന്നൂടെ എന്ന് ഷെല്ലിനോട് ചോദിച്ചു. പക്ഷെ അതും ഷെല്ലിങ് സമ്മതിച്ചില്ല. എന്നാൽ 20,000 പട്ടാക്കയെങ്കിലും തന്നൂടെ എന്ന് ഹുവാങ് ചോദിച്ചു. അതും തനിക്ക് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ഷെല്ലിങ്. രോഷാകുലനായ ഹുവാങ് അവിടെയുള്ള ബിയർ കുപ്പികളെല്ലാം തല്ലി പൊട്ടിച്ചുകൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ മോനായ ഷെല്ലിങ്ങിന്റെ ചെറിയ മോന്റെ കഴുത്തിലേക്ക് അയാൾ കുത്തിയിറക്കി. അതിനുശേഷം മറ്റൊരു ബിയർ ബോട്ടിൽ പൊട്ടിച്ചതിന് ശേഷം മറ്റുള്ള അംഗങ്ങളോടും കാലുകൾ കെട്ടിയിടാൻ പറഞ്ഞു. പക്ഷേ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഓടിയതോടുകൂടിയാണ് ഹുവാങ്ങിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായിരുന്നു. പിന്നെ അവിടെ നടന്ന് ഒരു അരുങ്കൊലയായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന 9 പേരെയും അദ്ദേഹം കുത്തിക്കൊന്നു. അപ്പോഴാണ് ഹുവാങ്ങിന് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്ന് ഈ ഒരു ഷെല്ലിങ്ങിന്റെ സഹോദരി തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവരെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ താൻ പെട്ടുപോകുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവരെയും ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്താൻ അയാൾക്ക് കഴിഞ്ഞു. ഒന്നും അറിയാത്ത ആ പാവ സഹോദരിയെയും അയാൾ കുത്തിക്കൊന്നു. അങ്ങനെ ആ ഒരു രാത്രിയിൽ 10 കൊലപാതകങ്ങളാണ് അയാൾ നടത്തിയത്. അന്ന് അയാൾക്ക് പ്രായം ഒരു 50ന്റെ മുകളിലുണ്ടായിരുന്നു. റെസ്റ്റോറന്റിലാണെങ്കിൽ രക്തപ്രവാഹമായിരുന്നു. എല്ലാവരുടെയും തലയും കാലും ഹുവാങ് വെട്ടിയെടുത്തു. ഇതെല്ലാം കൂടി കടലിലാണ് അയാൾ ഉപേക്ഷിച്ചത്. ഇതാണ് നമ്മുടെ വീഡിയോ തുടക്കത്തിൽ ഒരാൾ കണ്ടത്. ബാക്കി മാംസമൊന്നും എന്ത് ചെയ്തെന്ന് ആർക്കും അറിയില്ല. കാരണം ഈ ഒരു കൊല നടന്നതിന് പിറ്റേ ദിവസം മുതൽ റെസ്റ്റോറന്റ് ആരംഭിച്ചിരുന്നു. ഷെല്ലിനെ അന്വേഷിക്കുന്നവരോട് ഹുവാങ് പറഞ്ഞിരുന്നു തനിക്ക് ഈ സ്വത്തെല്ലാം എഴുതി തന്നതിന് ശേഷം ഷെല്ലിങ്ങും കുടുംബവും ചൈനയിലേക്ക് പോയി എന്നാണ്. അന്ന് ആ റെസ്റ്റോറന്റിൽ ചൂടോടെ വിളമ്പിയിരുന്നത് ആ ഒരു പോർക്ക് ബൺ എന്ന് പറഞ്ഞ ബണ്ണായിരുന്നു. അന്ന് ആ ബണ്ണിൽ പോർക്കിന് പകരം വച്ചിരുന്നത് മനുഷ്യമാംസമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം കൈകാലുകളും തലയുമല്ലാതെ ബാക്കി മാംസമെല്ലാം എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഒരു ആൻസറും അയാൾ കൊടുത്തിരുന്നില്ല. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം അയാൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഈ കേസിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗൂഗിളിൽ പോർക്ക് ബൺ മർഡർ കേസ് എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും.